കെ രമ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി കെ രമ, എങ്ങനെയൊക്കെയാണ് സർക്കാർ ഇത്രയും വലിയ കുറ്റവാളികളെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഈ കേൾക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അയ്യോ, ഈ പ്രതികളുടെ പേരിലുള്ള സർക്കാരിന്റെ കരുതൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തൊരു ഇഷ്ടവും സ്നേഹവുമാണ് ഈ പ്രതികളോട് എന്നുള്ളത്. അതുകൊണ്ടാണ് വിവിധ തരം നീക്കങ്ങൾ. ഇതൊരു പ്രാവശ്യമോ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല. ഇത് ഈ 6 മാസം കാലാവധി ബാക്കിയിരിക്കെ ഇനിയും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം എത്ര പ്രാവശ്യം നമ്മൾ ഇത് കണ്ടു. പല തവണ കത്തുകൾ പുറത്തു വന്നപ്പോഴൊക്കെയാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്. അതുവരെ ഇവരെ പുറത്തുവിടാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിൽ നാം ചർച്ച ചെയ്തതാണ്. അപ്പം അത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴാ ഏറ്റവും അവസാനം വിടുതലിന് വേണ്ടിയിട്ട് കത്ത് എല്ലാ ജയിൽ മേധാവികൾക്കും അയച്ചിരിക്കുകയാണ്. ഇതൊക്കെ അയക്കുന്നത് ജയിൽ മേധാവികൾക്ക് സ്വപ്നം കണ്ടയക്കുകയാണെന്നൊന്നും നമുക്ക് കരുതാൻ വയ്യ. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അയച്ചേക്കാമെന്ന് കരുതിയിട്ടല്ല. വളരെ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെയും ഭരിക്കുന്ന ആളുടെയും പാർട്ടിയുടെയും ഒക്കെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടാണ് ഇതൊക്കെ കത്തയക്കുന്നത്. അപ്പോൾ ഈ പ്രതികളെ പുറത്തുവിടാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രം, ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിനകത്ത് ഇപ്പോഴും അവര് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അവര് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും അവർക്ക് തടസ്സമല്ല. അവരെ സംബന്ധിച്ച് അവരാണ് VIP-കൾ. ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും VIP-കൾ ആരാണ് എന്ന് ചോദിച്ചാൽ TP കേസിലെ പ്രതികളെയാണ് ഇവർ സർക്കാരിന്റെ ഏറ്റവും വലിയ VIP-കൾ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും എക്കാലത്തും അവർ ഒരുക്കി കൊടുക്കുമെന്നതാണ് നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്ക് ബോധ്യമാവുന്നത്. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളും. ഇതിൽ ഏതെങ്കിലും വിധത്തിലൊരു ഇടപെടൽ സാധ്യമാണോ? ഇത് സർക്കാർ എല്ലാ കാലം ഇപ്പോൾ അനന്തൻ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു സൂചന നൽകാൻ വേണ്ടി നൽകിയ ഒരു കത്താണോ? ഇവരുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു കത്ത് നൽകുന്നു. അപ്പോൾ സർക്കാരിന്റെ ഒരു തന്ത്രമായിട്ട് കൂടി കാണുന്നുണ്ടോ ഇതിനെ? അല്ല, അത് ഉറപ്പാണല്ലോ. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ വ്യക്തമായ വിധിയുണ്ട്. 20 വർഷത്തേക്ക് യാതൊരുവിധ റെമിഷൻസും പാടില്ല എന്ന വിധി നിലനിൽക്കെ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് ഈ പ്രതികളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ അവസാനം വരെ ശ്രമിച്ചു എന്ന് പ്രതികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നടത്തുന്ന നിരവധി നാടകങ്ങളാണിത്. ആ നാടകത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി അല്ലാതെ ഏത് തമ്പുരാൻ വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ നിയമപരമായിട്ട് സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ നിയമപരമായി അതിന്റെ പോരാട്ടങ്ങൾ നമ്മൾ നടത്തും. അതല്ലാതെ സർക്കാരിന് ഒരാൾക്കും ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെ പ്രതികളെ ബോധ്യപ്പെടുത്താൻ ചില നീക്കങ്ങളൊക്കെ അവർക്ക് നടത്താം. ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും മറ്റും ചെയ്യാം. ഇപ്പോൾ ജയിൽ മേധാവി പറഞ്ഞത് മാഹി ഇരട്ടക്കൊലക്കേസിൽ വിട്ടയക്കപ്പെട്ടതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നുള്ള അന്വേഷണമാണ്. അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദേഹോപദ്രവം ഏൽക്കുമോ എന്നുള്ള അന്വേഷണമാണ്. തീർച്ചയായിട്ടും നല്ലത് തന്നെ. അത്തരത്തിലുള്ള കരുതലുകൾ എല്ലായിടത്തും ഉണ്ടാകുന്നത് വളരെ സ്വാഗതാർഹമാണ്. അപ്പോൾ അത് അങ്ങനെ അന്വേഷിക്കുന്നത് എന്താണ്? ഇവിടെ പരോളിൽ വിടണം. പരോൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവർക്ക് എപ്പോഴും ഒരു 10 ദിവസം ജയിലിലാണെങ്കിൽ 20 ദിവസവും പുറത്താണ് ഉണ്ടാവുക. അപ്പോൾ ആ പരോൾ ഇനിയും കൊടുക്കണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് എന്നാണല്ലോ ജയിൽ മേധാവി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ, വളരെ ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ. അല്ല, ഇത് കോടതി ഉത്തരവിനെ നിയമത്തെയൊക്കെ വെല്ലുവിളിച്ച് ഇങ്ങനൊരു നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു കത്തിന് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് പൊതുസമൂഹത്തെ തന്നെ സത്യത്തിൽ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് എത്ര പ്രാവശ്യമായി ഇങ്ങനെ സമൂഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്തോണ്ടൊന്നും അവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. പൊതുസമൂഹം ചർച്ച ചെയ്താലോ ആളുകൾ എതിര് പറഞ്ഞാലോ ഒന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് കാണുന്നത്. കാരണം നേരത്തെയും നിരവധി തവണ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഞങ്ങൾ ഗവർണറെ ഉൾപ്പെടെ പോയി കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം കത്ത് വന്നോ ഓരോ സ്റ്റേഷനിലേക്കും കത്തയക്കുകയാണ് ചെയ്തത്. ആ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട പ്രതികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട്, കാരണം അവരെ പുറത്തുവിടാൻ വേണ്ടിയിട്ട്. ആ നീക്കങ്ങൾ നമ്മൾ പുറത്തു വന്ന് എതിർത്തതാണ്. അതവിടെ നിന്നു. തൽക്കാലം വേറൊരു നീക്കവുമായിട്ട് വീണ്ടും വരികയാണ്. എങ്ങനെ ഓരോ ഘട്ടങ്ങൾ ഓരോ കാരണം പറഞ്ഞ് ഇവർക്ക് അനുകൂലമായ നിലപാടിലേക്ക് സർക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്ത് കൊണ്ടുവരാൻ റെമിഷൻസ് പറ്റില്ല എന്ന് അവർക്കറിയാം. പക്ഷെ ഇതിലൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ പ്രതികളെ കൂടെ സർക്കാരും പോലീസും ഉണ്ട്, ഭരണക്കാരും ഉണ്ട് എന്ന്, പാർട്ടിയും ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അവരൊന്നും പറയാതിരിക്കുക. ഞങ്ങൾ അവസാനം വരെ നിങ്ങൾക്ക് ശ്രമിച്ചു, നടക്കാത്തത് കൊണ്ടാണ് എന്ന് പ്രതികളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ ഇതിലുള്ളൂ. ആ തന്ത്രമായിരിക്കും ഇപ്പോൾ എടുക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീമതി കെ രമ പ്രതികരണം അറിയിച്ചതിന്.